നിങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനം എടുത്തു. ന്യൂ ഡിസിഷൻ. കുളിക്കാണ്ടിരിക്കുക. ഒരു ചാലഞ്ച് പോലെ. For your reference, ശരാശരി ഒരാൾ 1 to 2 years കുളിക്കാൻ എടുക്കും. അപ്പോൾ ഡേ 1 എല്ലാ കാര്യവും വീട്ടുകാരോടും കൂട്ടുകാരോടും പറയാം. വീട്ടുകാരോടും അപ്പൊ എല്ലാവരും കൊണ്ട് കളിയാക്കും. ഡേ 1 ആസ് യൂഷ്വൽ. ഹാഫ് എ ഡേ. ഡേ 2യുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് നീങ്ങി. ഡേ 2 ആവാൻ പോവാ. ആകെയുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഡേ 1 രാവിലെ തുടങ്ങി കുളിക്കാണ്ടിരിക്കുക. അപ്പൊ ഡേ 2 മുടിയൊന്നും ചീകണ്ട. എന്താ വെച്ചാൽ മുടി ഇങ്ങനെ നേരെ ഇരിക്കും. മുടിയുടെ നാച്ചുറൽ ഓയിലൊക്കെ വന്നിട്ട് അതിങ്ങനെ മുടി ഈ ജെല്ലൊന്നും പുരട്ടി വെക്കണ്ട, നേരെ ഒതുങ്ങിയിരിക്കും മുടി. ഒപ്പം തന്നെ ചെറുതായിട്ടൊരു ബോഡി സ്മെല്ല് കൂടുതൽ വരണ്ടായിട്ട് തോന്നും. പക്ഷെ മനസ്സിലത്തെ സാറ്റിസ്ഫാക്ഷൻ കുളിക്കാണ്ടിരിക്കുമ്പോൾ അത് നല്ല സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ എന്താ ഡേ 3. ഡേ 3 തുടങ്ങി. വൃത്തിയട്ട മണ്ണ വരണം. അടുത്തേക്ക് പോവാനേ പറ്റില്ല. വൃത്തികെട്ട മണം കുളിക്കാണ്ടിരിക്കണം. പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാ പ്രശ്നമല്ല, ആക്ച്വലി അതൊന്നും നല്ല കാര്യമാണ്. എന്നാ പറയാ, നമ്മളുടെ ഭൂമിയിൽ പൊല്യൂഷൻ കുറയും കുളിക്കാണ്ടിരിക്കുക. അപ്പൊ വെള്ളം, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവില്ല. ഒപ്പം തന്നെ നിന്നാ സോപ്പ് ഉപയോഗിക്കണില്ല. അപ്പൊ ഭൂമിക്കും പൊല്യൂഷൻ ഇല്ല. വീട്ടുകാരും അടുത്തേക്ക് വരണ്ടാന്ന് പറഞ്ഞു. മണം. ജോലി ഉണ്ടെങ്കിൽ ജോലിയിൽ കൊളീഗ്സിന്റെ ആരുടെയും അടുത്ത് വരണ്ടാന്ന് പറയും. എല്ലാവരും ആട്ടും. അങ്ങനെ പറ്റും ഡേ 3. പിന്നെ ലാസ്റ്റ് ആയിട്ട് വരാം ഡേ 4. ഒരു വീക്ക് എത്താനായി. അപ്പൊ ഇനി 3 ദിവസം കൂടി ലെഫ്റ്റ്. ഇപ്പൊ ഡേ 4ലേക്ക് എത്തി. ഇനി എന്താ, മുടി ചീകണ്ട നമുക്ക്. എന്താ വെച്ചാ നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ ഹെൽത്തി ഓയിലില്ലേ, നല്ല ഓയില്, അത് ഫുള്ളി ഇങ്ങനെ ആയിട്ട് ഫുൾ മുടി ജട പിടിക്കും. ഇങ്ങനെ ഈ ചീർപ്പോണ്ട് ഈരാൻ പറ്റില്ല. ജടയുടെ ജടയാവും 100 times ജട. അതുകൊണ്ട് ചീർപ്പ് പൊട്ടിപ്പോവും. വേറൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഈ മുഖത്ത് ആക്നെ ഉണ്ടല്ലോ, ആക്നെ, ഇങ്ങനത്തെ കുരു പോലത്തെ കോപ്പ്, ആ സാധനം കൂടും. മണത്തിന്റെ മണവും. ഡ്രസ്സ് ഇടാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറ്റാന്ന് തോന്നും. എന്തായാലും ഡിയോഡ്രന്റ് ഉണ്ടെങ്കിൽ പിന്നെയും പിടിച്ചിരിക്കാം. ഡ്രസ്സ് ഒരു വട്ടം ഇടാൻ പറ്റുള്ളൂ. സിംഗിൾ യൂസ് ഡ്രസ് ഓൺലി. ആൻഡ് ദെൻ ഡേ 5. 2 ദിവസം കൂടെ ഉള്ളൂ. ആസ് ഓൾവേസ് നമ്മളുടെ മുഖത്ത് ഹെൽത്തി ആയിട്ട് ഒരു ബാക്ടീരിയയുടെ ലെയർ ഉണ്ട് മുഖത്തും ബോഡിയിലൊക്കെ. ആസ് വി ബാത്ത്, നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സോപ്പും എല്ലാ കോപ്പും നട്ടി ബാക്ടീരിയയുടെ ലെയർ നശിച്ചു പോയി തുടങ്ങും. അപ്പോൾ കുളിക്കുമ്പോൾ ഉണ്ടാവണ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബാക്ടീരിയയുടെ ലെയർ കേടായി പോവുക, വോൺ ഓഫ് ആവുക. അപ്പോൾ ഈ ബാക്ടീരിയയുടെ ലെയർ കൂടുതൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കുളിക്കാണ്ടിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് എന്താ നല്ലതെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിന് നല്ല ഇങ്ങനെ ഭംഗി കൂട്ടും സ്കിന്നിൻ്റെ. പക്ഷെ ആകെയുള്ള ഒരു മണം എന്ന് വെച്ചാൽ മണത്തി ജീവിക്കാം. നല്ല ഭംഗിയൊക്കെ ഉണ്ടായാലും ആ ഒരു വൃത്തിയായിട്ട മണത്തില് എല്ലാവരും. ആൻഡ് ദെൻ ഡേ 6. വീട്ടുകാർ തന്നെ നമ്മളെ ട്രാഷ് ബാഗ് എന്ന് വിളിക്കും. ആരുടെ അടുത്ത് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ജോലിന്ന് പിരിച്ചും വിടും മണം കാരണം. പബ്ലിക്കായിട്ട് നടക്കാൻ പറ്റില്ല. നമ്മളുടെ പിന്നാലെ ഈച്ചകളെല്ലാം പാറി വരും. അങ്ങനത്തെ എല്ലാ ഇൻസെക്റ്റ് എല്ലാം വരും. മുഖത്ത് ബോഡിയിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും വരാൻ. ആൻഡ് ദെൻ ഡേ 6. ഒന്നും പറയണ്ട, ഇത്ര നാളും ജീവിച്ചിരിക്കില്ല. കുളിക്കാണ്ടിരിക്കണ ആളെ കാണാൻ പോലും പറ്റില്ല. ഈ മേത് ഫുൾ ചെളി, ഇവിടെ ഇങ്ങനെ ഡേർട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. തൊടാൻ പോലും തോന്നില്ല. മുഷിന് നാറാണക്കല്ലായി മാറിയുണ്ടാവും. ഡേ 6 ഇതിന്റെ ഈ മണം, ഡേ 7 മണം വരാൻ കാരണം എന്ന് വെച്ചാൽ
നമ്മളുടെ ബോഡി ഇങ്ങനെ പ്രോട്ടീൻസും ഫാറ്റി ആസിഡൊക്കെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ആസിഡിനെ നമ്മുടെ മുഖത്തെ ബോഡിയിലൊക്കെ ഹെൽത്തി ബാക്ടീരിയയുടെ ലെയർ കഴിക്കും. എന്നിട്ട് അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിലേക്ക് അത് പെർസ്യൂ ചെയ്യും. അപ്പം അങ്ങനെ ആ ഒരു മണം ഉണ്ടാവുന്നത് അവരുടെ ഈ ഇതിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആണ് ഒരു മണം നമ്മളുടെ മേത്തതിന് കാരണം എന്താ. ആൻഡ് ഈച്ചകളുടെ കുഞ്ഞുങ്ങൾ മാഗട്സ് അതൊക്കെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവാൻ തുടങ്ങും. തോന്നും ഇനിയെങ്കിലും കുളിച്ചാൽ എന്താണ്. ആഫ്റ്റർ 7 days ചെറുതായിട്ട് റിയലൈസേഷൻ തോന്നും ഇനി കുളിച്ചാൽ എന്താണ്. ബട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അന്റാർട്ടിക്ക അല്ലെങ്കിൽ ഹിമാലയയില് ആ റീജിയൻസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പ്രാക്ടിക്കൽ അല്ല. എന്നുവെച്ചാൽ അവിടെ നല്ല തണുപ്പാണ്. അവര് കുറെ നാളിങ്ങനെ കുളിക്കാണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ നല്ല തണുപ്പാ. അതിനെ കുറിച്ച് ഇനി വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ പാർട്ട് 2. ഓക്കെ, കമന്റ്.